നമ്മളിന്ന് പ്രോബ്ലം നമ്പർ 4ൻ്റെ ബാലൻസ് ഷീറ്റ് ഡിസ്കസ് ചെയ്യുന്നു. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 March 2012. അപ്പോൾ പതിവ് പോലെ നമ്മൾ പർട്ടിക്കുലേഴ്സ് നോട്ട് നമ്പർ 31 March 2012, 31 March 2011. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ആദ്യത്തെ ഐറ്റം ഇക്വിറ്റി, ദെൻ അതർ ഇക്വിറ്റി. ഇക്വിറ്റിയുടെ താഴെ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, അതർ ഇക്വിറ്റി. ദെൻ ലയബിലിറ്റീസിന് നോൺ കറണ്ട് ലയബിലിറ്റീസ്, ബോറോയിങ്സ്, അതർ നോൺ കറണ്ട് ലയബിലിറ്റീസ്. ഇല്ലാത്ത ഐറ്റംസ് എഴുതണമെന്നില്ല, വിട്ടുകളയാൻ വേണമെങ്കിൽ. കറണ്ട് ലയബിലിറ്റീസ്, ട്രേഡ് പേയബിൾ, അതർ കറണ്ട് ലയബിലിറ്റീസ്. വേറെ ഐറ്റംസ് ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. അപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഐറ്റംസ് എഴുതി ബാലൻസ് ഷീറ്റ് ടാലി ആക്കാനാണ് നമ്മൾ നോക്കുക. സമയം പോലെ ചെയ്യാതെ അസറ്റ്സ്, നോൺ കറണ്ട് അസറ്റ്സിൽ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഗുഡ് വില്ല്, അതർ ഇൻടാഞ്ചിബിൾസ്, പേറ്റൻസ്, അതർ നോൺ കറണ്ട് അസറ്റ്സ്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് അതിലെഴുതുക. ദെൻ കറണ്ട് അസറ്റ്സ്, ഇൻവെൻറ്ററീസ്, ട്രേഡ് റിസിബിൾ, ഡെറ്റേഴ്സ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, അതർ കറണ്ട് അസറ്റ്സ്. ഇതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ്. ഇനി ഇതിൻ്റെ വർക്കിനോട്ട് തയ്യാറാക്കലാണ് നമുക്ക് അടുത്ത പണി വരുന്നത്. അതിൽ ആദ്യത്തെ ഇക്വിറ്റി നമ്മൾ എഴുതുന്ന ഇക്വിറ്റിയുടെ താഴെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എഴുതുന്നു. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്താ പറയുന്നത്? 3 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് എക്സ്ചേഞ്ച്. ചോദ്യത്തിൻ്റെ തുടക്കം തന്നെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. 30 ലക്ഷം രൂപയാണ് അവിടുത്തെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അവിടെ എഴുതാം. അങ്ങനെ എഴുതി നമ്മൾ അതിൻ്റെ ടോട്ടൽ എഴുതി അതിൻ്റെ അടിയിൽ വരച്ചു. ഇനി ഇഷ്യൂഡ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 2 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each, 20 lakh ഇന്നർ കോളത്തിൽ എഴുതാം. അതിൽ നിന്ന് കോൾസിനേറ്റർ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതാം. അപ്പോൾ അത്ര ഒരു കോൾസിനേറ്റർ കുറച്ച് കഴിയുമ്പോൾ വരുന്ന എമൗണ്ട് എത്രയാണ്? അത് പ്രത്യേകം ശ്രദ്ധിച്ച് എഴുതണം. നമ്മൾ 19,62,500, 19,62,500. ഓക്കെ, അതാണ് നമ്മൾ ഇഷ്യൂഡ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ദെൻ അതർ ഇക്വിറ്റിയിൽ ഏതെഴുതും? ജനറൽ റിസർവ്. ചോദ്യത്തിൽ വന്നിട്ടുണ്ട്, ജനറൽ റിസർവ് വന്നിട്ടുണ്ട്. അത് 1,25,000, 1,25,000. ഓക്കെ, ദെൻ സെക്യൂരിറ്റീസ് പ്രീമിയർ റിസർവ്. എത്രയുണ്ട്? 50,000 ഉണ്ട്, 50,000. ഓക്കെ, ദെൻ ബാലൻസ് സർപ്ലസിൽ ഓപ്പണിംഗ് ബാലൻസ് ചോദിച്ചു വന്നിട്ട് 72,500 വന്നിട്ട്. ഈ വർഷത്തെ പ്രോഫിറ്റ് 2,59,500 നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ അതിൽ നിന്ന് അത് കൂട്ടി കഴിയുമ്പോൾ 3,32,000 വരും. അതിൽ നിന്ന് ഇൻ്റർൻ ഡിവിഡൻറ്റ് കുറയ്ക്കാം, 1,87,500. അത് കുറച്ച് കഴിഞ്ഞ് കിട്ടുന്ന നമ്മുടെ ഔട്ടർ കോളത്തിൽ എഴുതാം. അപ്പോൾ എത്ര വരും? അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഡിവിഡൻറ്റ് കുറച്ച് കഴിയുമ്പോൾ 1,87,500 കുറച്ച് കഴിയുമ്പോൾ 1,44,500, 1,44,500. കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സ് ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ചിട്ട് ബാക്കിയുള്ള അമൗണ്ട് അവിടെ കൊടുത്തിടാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ എഴുതാം. 1,25,000 പ്ലസ് 50,000 പ്ലസ് 1,44,500. അപ്പോൾ 3,19,500 രൂപയാണ് റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ ടോട്ടൽ. അതായത് അഞ്ചാമത്തെ വർക്ക് നോട്ടിൻ്റെ ടോട്ടൽ കേട്ടോ. ഇനി 6 ട്രേഡ് റിസിബിൾ, ട്രേഡ് പേയബിൾ അല്ല ട്രേഡ് പേയബിൾ. അതിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് എമൗണ്ട് 2,90,000, 2,90,000. പിന്നെ ബിൽസ് പേയബിൾ 1,67,500, 1,67,500. ടോട്ടൽ എത്ര വരും? ടോട്ടൽ 4,57,500, 4,57,500. അതാണ് ട്രേഡ് പേയബിളിൽ വരുന്നത്. ഇനി അതർ കറണ്ട് ലയബിലിറ്റീസ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് ഒരു 45,000 നമ്മൾ ഹിറ്റ് ഇൻട്രസ്റ്റായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ 15,00,000 6% 90,000 ആണ്. അതിൽ 45,000 കൊടുത്തു, ട്രയൽ ബാലൻസിലുണ്ട്. ബാക്കിയുള്ള എമൗണ്ട് കൊടുത്തിട്ടില്ല, അത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അവിടെ നമ്മൾ കൂട്ടി ഇവിടെ നമ്മൾ ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. ഓക്കെ, അതർ കറണ്ട് ലയബിലിറ്റിയിൽ വരുന്ന എമൗണ്ടാണ്. ഇനി അടുത്ത് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ആണ്. അതായത് 8ാമത്തെ വർക്കിനോട്ട്. അതിൽ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിക്സഡ് അസറ്റിന് പകരം പുതിയ ഫോർമാറ്റ് അനുസരിച്ച് അങ്ങനെയാണ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. അതിൽ നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി 15,00,000 ലെസ് ഡിപ്രീസിയേഷൻ. അപ്പോൾ 15,00,000 1,50,000 കുറയ്ക്കുക. അപ്പോൾ 13,50,000, 13,50,000. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ വരുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ എമൗണ്ട് 15,00,000. അതിന് ഡിപ്രീസിയേഷൻ 1,50,000 കുറച്ച് 13,50,000. ദെൻ പ്രീമിസസ് 16,50,000. അതിൽ നിന്ന് 30,000 കുറയ്ക്കാം, 33,000 കുറയ്ക്കുക. 33,000 പറയുമ്പോൾ 16,17,000, 16,17,000. ഓക്കെ, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിന് ഡിപ്രീസിയേഷൻ ഇല്ല, 35,000 എഴുതാം. ദെൻ അതിൻ്റെ ടോട്ടൽ 30,02,000. ഓക്കെ, 30,02,000 പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. അടുത്തത് അതർ നോൺ കറണ്ട് അസറ്റ്. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതർ നോൺ കറണ്ട് അസറ്റ് പ്രിലിമിനറി എക്സ്പെൻസസ്. ഈ പ്രിലിമിനറി എക്സ്പെൻസിൽ നമ്മൾ എഴുതുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 25,000 പ്രിലിംസ് തന്നിട്ട് അത് റൈറ്റ് ഓഫ് ചെയ്ത എമൗണ്ട് 2,500 കുറയ്ക്കണം. ഇത് നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ്, 22,500. ദെൻ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത വർഷം റൈറ്റ് ഓഫ് ചെയ്യുന്ന ഒരു പോർഷനും കൂടി നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കുന്നു. ഏതിൽ നിന്ന് കുറയ്ക്കുന്നു? ഈ നോൺ കറണ്ട് അസറ്റിൽ നിന്ന് കുറയ്ക്കും. അടുത്ത വർഷം, അതായത് എമൗണ്ട് ടു ബി റിട്ടൺ ഓഫ് ഇൻ ദ നെക്സ്റ്റ് ഇയർ 2,500. അതും കൂടി കുറച്ചിട്ട് ബാക്കിയുള്ളതാണ്. അപ്പോൾ ടോട്ടൽ 5,000 കുറയ്ക്കുക. 25,000 5,000 കുറയ്ക്കുമ്പോൾ 20,000 വരും, 20,000 ആണ് ഇതുണ്ട്. ഇനി കുറച്ച് ഈ 2,500 ഉണ്ടല്ലോ,
നെക്സ്റ്റ് ഇയറിൽ റൈറ്റ് ഓഫ് ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ അതർ കറണ്ട് അസറ്റ്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. നമുക്ക് നോക്കാതെ ലെസ് 10ാമത്തെയാണ് അതവിടെ എഴുതിയിരിക്കുന്നത് 10 അത് ഇവിടെയാണ് വരുന്നത് ട്രേഡ് റിസീവബിൾ. ഓക്കെ, ട്രേഡ് റിസീവബിൾ എന്നുള്ള എമൗണ്ട് ഇവിടെ നമുക്ക് നോക്കാം. ട്രേഡ് റിസീവബിൾ സൺഡ്രി ഡേറ്റേഴ്സ് 4,36,000 4,36,4250 കുറയ്ക്കാം. 4,250 4,31,750 4,31,750 അതാണ് നമുക്ക് തന്നിരിക്കുന്ന ട്രേഡ് റിസീവബിളിൻ്റെ എമൗണ്ട്. ദെൻ അടുത്തത് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആണ്. അത് 11ാമത്തെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. ഓക്കെ, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിൽ ക്യാഷ് ആൻഡ് 28,750. അടുത്തത് ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്ക് 1,99,500. ദെൻ ടോട്ടൽ 28,750 പ്ലസ് 1,99,500 അപ്പോൾ 2,28,250. 2,28,250 ആണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. ദെൻ അതർ കറണ്ട് അസറ്റ്സ്. ഇതിലാണ് നമ്മൾ നേരത്തെ എമൗണ്ട് ടു ബി റിട്ടൺ ഓഫ് ഇൻ ദ നെക്സ്റ്റ് ഇയർ റൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞ പോർഷൻ എത്രയാണോ അത് ഓൾറെഡി നമ്മൾ എഴുതി. ഇനി അതിൽ നിന്ന് കുറച്ചൊരു എമൗണ്ട് ഉണ്ട്, അത് 2,500 രൂപയാണ്. ആ 2,500 രൂപ നമ്മൾ റെക്കോർഡ് ചെയ്യണം. 2,500. ഓക്കെ, ആ 2,500 ടോട്ടൽ അത് തന്നെ എഴുതാം. പിന്നെ ഒരെണ്ണമുള്ളതിന് പിന്നെ ടോട്ടലി ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് നമുക്ക് അസറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റംസ് ഉണ്ട്, അതർ കറണ്ട് അസറ്റ്സ്. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രിലിമിനറി എക്സ്പെൻസിൽ ഈ വർഷം റൈറ്റ് ഓഫ് ചെയ്ത് കൂടാതെ അടുത്ത വർഷം റൈറ്റ് ഓഫ് ചെയ്യാൻ പോകുന്നതും കൂടി ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ അതർ നോൺ കറണ്ട് അസറ്റിൽ കുറയ്ക്കുന്നുണ്ട്. അതുകൂടാതെ ആ കുറച്ച എമൗണ്ട് അതർ കറണ്ട് അസറ്റ്സിൽ നമ്മൾ അസറ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പ്രീപെയ്ഡ് എന്നുള്ള രീതിയിലാണ് കണക്കിലെടുക്കുന്നത് കേട്ടോ. ഇനി അത് അതിൻ്റെ ബാലൻസ് ഷീറ്റിലേക്ക് നമുക്കത് വേഗം എഴുതാം. ഓരോ ഐറ്റംസ് ഓരോന്ന് പറയാനായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ലയബിലിറ്റീസ് ആണ് എഴുതേണ്ടത്. ആദ്യം ഇക്വിറ്റിയിൽ ആദ്യത്തെ ഐറ്റം ഷെയർ ക്യാപിറ്റൽ. ഇതാണ് നമുക്ക് ആദ്യം തന്നെ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇവിടെ എഴുതേണ്ട കാര്യമില്ല, അത് നമ്മൾ വർക്കിംഗ് നോട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എഴുതേണ്ടത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലാണ്. സബ്സ്ക്രൈബ്ഡ് ഇഷ്യൂഡ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അങ്ങനെ നമ്മൾ പറയാം. അവസാനം പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതിൽ ഇക്വിറ്റി അതായത് 19,62,500. അതിലൊരു കോൾസിനേരിയർ ഉണ്ട്, അത് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടാണ്. ദെൻ അതർ ഇക്വിറ്റി 3,19,500 3,19,500. അപ്പോൾ 19,62,500 3,19,500. ഇനി ലയബിലിറ്റിയിൽ നോൺ കറണ്ട് ലയബിലിറ്റിയിൽ ബോറോയിങ്സ് അതിൽ ഡിബഞ്ചേഴ്സ് എന്നുള്ള എമൗണ്ടാണ് നമുക്ക് കൂടെ എഴുതേണ്ടത്. ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട് അത്ര 15 ലക്ഷം 15 ലാഖാണ് ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട്. ഓക്കെ, ദെൻ അതിനുശേഷം പിന്നെ നമുക്ക് വേറെ അതർ നോൺ കറണ്ട് ലയബിലിറ്റീസ് ഇല്ല. കറണ്ട് ലയബിലിറ്റിയിൽ ട്രേഡ് പേയബിൾ നമ്മൾ കണ്ടുപിടിച്ചു. ട്രേഡ് പേയബിളിൻ്റെ എമൗണ്ട് എത്രയാണ്? ട്രേഡ് പേയബിൾ 4,57,500 457,500 ആണ് ട്രേഡ് പേയബിൾ. അതർ കറണ്ട് ലയബിലിറ്റിയിൽ 45,000 ആണ് വരുന്നത്. 45,000. ഇനി അത് ടോട്ടൽ ചെയ്യാം. ഓക്കെ, ടോട്ടൽ ചെയ്യുമ്പോൾ 42,84,500. ഇതാണ് ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് കേട്ടോ. ഇനി അടുത്ത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. നമ്മൾ നോൺ കറണ്ട് അസറ്റ്സിലെ നോൺ കറണ്ട് അസറ്റ്സിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 30,02,000. ഓക്കെ, 30,02,000. ദെൻ ഗുഡ് വില്ല് എത്രയാണ്? ഗുഡ് വില്ല് 1 ലക്ഷമാണ്. ഓക്കെ, ഗുഡ് വില്ല് 1 ലക്ഷം. ദെൻ അതർ ഇൻടാഞ്ചിബിൾസിൽ പേറ്റൻസ് ആണ് നമ്മൾ എഴുതുന്നത്. പേറ്റൻസിൻ്റെ എമൗണ്ട് എത്രയാണ്? പേറ്റൻസിൻ്റെ എമൗണ്ട് 50,000. ഒരു പൂജ്യം കൂടി ഇട്ട് 50,000. അതിനുശേഷം അതർ നോൺ കറണ്ട് അസറ്റ്സ് എത്രയാണത്? 20,000 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 20,000 എഴുതാം. അത് പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ എമൗണ്ട് ആണത് എന്നുള്ള കാര്യം ഓർക്കാം. ദെൻ കറണ്ട് അസറ്റ്സിൽ ഇൻവെൻറ്ററീസ് അതാണ് ആദ്യത്തെ ഐറ്റം. ഇൻവെൻറ്ററീസ് എത്രയാണ്? 4,50,000. പിന്നെ അടുത്ത് ട്രേഡ് റിസീവബിൾ ഡെറ്റേഴ്സ് പ്രൊവിഷൻ കഴിഞ്ഞതിന് ശേഷം എത്രയുണ്ട്? 4,31,750 4,31,750. ദെൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എത്രയുണ്ട്? ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് നമുക്ക് തന്നിരിക്കുന്നത് 2,28,250 2,28,250. ദെൻ അതർ കറണ്ട് അസറ്റ്സ് ഉണ്ട് 2,500. ഓക്കെ, അതർ കറണ്ട് അസറ്റ്സ് 2,500 ഉണ്ട്. 2,500. ഇതാണ് നമുക്ക് ഇനി അതിൻ്റെ ടോട്ടൽ എടുക്കാം. ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക്
42,84,500 ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. താങ്ക് യു.